ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പിലാണ്. നമ്മുടെ കമ്പനിക്കാരനും ഫാമിലിയും ഉണ്ട്. ചാൾസ്, നിമ്മി, ഹെയ്സൽ, റയൻ, റാഹേൽ, ദാവി, ചിപ്പു ആൻഡ് മീ. കുറച്ച് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ മുല്ലപ്പന്തൽ ഷാപ്പിൽ കയറുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 1:30 മണിയാണ്. കട്ടത്തിരക്കെന്ന് പറഞ്ഞാൽ കട്ടത്തിരക്ക്. 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടുക. ഞങ്ങൾ ജനറൽ അവിടെ ഇരിക്കാതെ ഒരു ഫാമിലി സെറ്റപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വൈകിയത്. പൊറോട്ട, ബീഫ്, കപ്പ, ചിക്കൻ, താറാവ്, കൊഴുവ, പ്രോൺസ്, കഞ്ഞിരവെള്ളം, അപ്പം, പുട്ട്, പിന്നെ ഞങ്ങളും സെറ്റ്. കഴിച്ചോളെ ചാമ്പിക്കോ. ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്, ഇച്ചിരി താറാവ് എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് ലിവർ എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ കൊഴുവ, നല്ല ക്രിസ്പി കൊഴുവ കുറച്ച് എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ബീഫ് കുറച്ച് എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ചെമ്മീൻ കുറച്ച് എടുത്തിട്ടുണ്ട്, നല്ല തേങ്ങാക്കൊത്തിട്ട കിടിലൻ ചെമ്മീൻ. ഇനി എന്താ ഉള്ളത്? ചിക്കൻ, നല്ല കുറുകിയ നല്ല കിടിലൻ ചിക്കൻ കറി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാനൊരു നൈസായിട്ടത് കാണിച്ചു തരാം. അപ്പം നൈസായിട്ട് ഈ കപ്പ ഇങ്ങനെ കുഴച്ചെടുക്കുക. താറാവ് ഗ്രേവിയിൽ എടുത്തിട്ടതേ നൈസായിട്ട് ശ്രദ്ധ കഴിയുമ്പോൾ ലിവറും പൊളി, താറാവും പൊളി, നമ്മുടെ കൊഴുവ. പൊളി സാധനം, നല്ല വെളിച്ചെണ്ണയിൽ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത് നല്ല കിടിലൻ കൊഴുവ. പിന്നെ നമ്മുടെ നല്ല വലിപ്പമുള്ള ചെമ്മീൻ, എൻ്റെ വീഡിയോ എടുക്കുന്ന ആൾക്ക് കൊതി വന്നിട്ട് പാടില്ല. നല്ല കിടിലൻ ചെമ്മീൻ കറി കഴിഞ്ഞില്ല ഒരു സാധനമുണ്ട്. ബീഫല്ലേ, നല്ല കുരുമുളക് ഇട്ട ബീഫ് വിത്ത് നല്ല പൊടിക്കപ്പ. അടിപൊളി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് സാധനം? പൊടിയാണോ? അടിപൊളി. എന്താ ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വശക്കേടായി. എന്നാലും ഒരു കലാശക്കൊട്ടെന്ന പോലെ ഞങ്ങൾ കുറച്ച് കക്കയും ഒരു ലിവർ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തു. ലിവർ ഫ്രൈ ആണ് രണ്ടാമത് റിപ്പീറ്റ് ഓർഡർ ചെയ്ത സാധനം. അത്രയ്ക്ക് പൊളിയായിരുന്നു, ഭയങ്കര സ്പൈസിയുമായിരുന്നു, ബട്ട് ടേസ്റ്റ് വേണം. എത്തിയത് ഉദയംപേരുള്ള മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞ ഷാപ്പിലാണ്. അപ്പോൾ നിങ്ങളാരും ഷാപ്പ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, ഫാമിലി ആയിട്ട് ഫുൾ ക്രൗഡ് വരുന്നൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ ഉണ്ട് ഇവിടെ ഫാമിലി റൂംസ് ഉണ്ട്. നമ്മൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വെറുതെ ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ള എന്താ പറയുക കടൽ വിഭവങ്ങളും അതേപോലെ ബീഫ്, ചിക്കൻ, പോർക്ക്, കക്ക, അങ്ങനെ എല്ലാ ടൈപ്പ് ഞാൻ മെനു നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇങ്ങനൊരു അടിപൊളി റൂം കിട്ടും, കംഫർട്ടബിളായിട്ട് ക്ലോസ് ചെയ്തിടാം. AC വേണമെങ്കിൽ AC ഇട്ട് തരും, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഇവിടെ ഭയങ്കര തിരക്കാണ്, അത് എടുത്ത് പറയാം. സാറ്റർഡേ സൺഡേയിലൊക്കെ ഭയങ്കര തിരക്കാണ്. രണ്ട് ദിവസം വരുവാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഒരു 11-12 ആ റേഞ്ചിൽ വന്നാലും നല്ല എല്ലാ ഐറ്റവും നല്ല ചൂടോടെ കഴിക്കാം. അങ്ങനെ അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടെ എല്ലാവരും ഫുഡ് അടിച്ച് തകർന്നിരിക്കുകയാണ്. രണ്ടാമത് ഓർഡർ ചെയ്തെങ്കിലും എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? പറ. നിമി എങ്ങനെയുണ്ടായി? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ദാവി എങ്ങനെയുണ്ട് ഫുഡ്? റയാൻ പൊളിയാണല്ലേ, ഇച്ചിരി എരിവുണ്ടല്ലേ, പക്ഷെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? എങ്ങനെ ഡേയ്സല്ലേ? സൂപ്പർ. ചിപ്പു പറയും. വീണ്ടും വീണ്ടും വരാൻ തോന്നും അല്ലേ? കിടലൻ ഫുഡും കിടലൻ ആംബിയൻസും കിടലൻ സർവീസാണ്. റഹേൽ എങ്ങനെയുണ്ടായി ഫുഡ്? ഇതൊക്കെ
അടിപൊളിയാണോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ അപ്പച്ചന് ഒരു താറാവ് കറിയും മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഞണ്ട് കറി മേടിക്കണം എന്നായിരുന്നു, പക്ഷേ ഞണ്ടൊക്കെ തീർന്നു പോയി, കൂന്തലൊക്കെ തീർന്നു പോയി. അങ്ങനെ അവിടെ യുദ്ധവും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് ഇറങ്ങി. ടയേർഡായല്ലേ? ആ, വയ്യാണ്ടായി. ഇവർക്കൊന്നും നടക്കാൻ തന്നെ വയ്യാണ്ട. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് സ്പേസ് കുറച്ച് ഇങ്ങോട്ട് നടക്കണം. അത്യാവശ്യം ആമ്പിൾ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. അടിപൊളി സ്പോട്ടാണ്. ഭയങ്കര ഒരു ആംബിയൻസ്. നിങ്ങളൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഫുഡൊക്കെ വെറുതെ പൊളിയാണ്, റേറ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. മുല്ലപ്പന്തൽ എല്ലാവർക്കും വളരെ ഫേമസ് സ്പോട്ടാണ്. എല്ലാവരും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഐ ആം സൈനിങ് ഓഫ് ഫ്രം ലില്ലിപ്പൂ. ബൈ സിഫ്ന. ബൈ ബൈ പറയോ? ബൈ പറഞ്ഞ എല്ലാവരും. മുല്ലപ്പന്തൽ വന്നോന്ന് പറഞ്ഞ എല്ലാവരും പറ, ഒച്ച പറ.